റഷ്യയിലെ ജനങ്ങൾക്ക് ശൈത്യകാലം എന്ന് പറയുന്നത് വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ചൊരു എന്താ പറയുക, നിരന്തരമായൊരു പോരാട്ടമാണ്, അതിജീവനമാണ്. റഷ്യയുടെ ചരിത്രത്തെയും യുദ്ധങ്ങളെയും മാറ്റിമറിക്കുന്നതിൽ ഈ മഞ്ഞുകാലം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകം കണ്ട പല മഹാന്മാരായ പല യുദ്ധവീരന്മാരും റഷ്യൻ ശൈത്യത്തിന് മുന്നിലെ മുട്ടുമടക്കിയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ചരിത്രമാണ്. ജനറൽ ഫ്രോസ്റ്റ് എന്ന പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന ഈ ശൈത്യം റഷ്യയുടെ ഏറ്റവും വലിയ കാവൽക്കാരനായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് റഷ്യയുടെ ഒരു കാവലാളും കൂടിയാണ് ഈ ഒരു ശൈത്യകാലം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1812 6 ലക്ഷത്തോളം സൈനികരുമായിട്ട് റഷ്യ പിടിച്ചടക്കാൻ വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്. നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ഈ മദ്യകുപ്പിയിലല്ലാതെ ഉള്ള നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബോണപ്പാർട്ട്. 1812 6 ലക്ഷത്തോളം സൈനികരുമായിട്ട് റഷ്യ പിടിച്ചടക്കാൻ വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പതനം ഈ ഒരു ശൈത്യകാലം റഷ്യയുടെ കാവലാളാണ് എന്ന് പറഞ്ഞതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ റഷ്യൻ സൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം പിന്നോട്ട് മാറുകയാണ് ഉണ്ടായത്. അതായത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടും 6 ലക്ഷത്തോളം വരുന്ന സൈനികരും വരുമ്പോൾ റഷ്യൻ സൈന്യം മുന്നോട്ട് പോയിട്ട് ആക്രമിക്കുന്നതിന് പകരം അവർ പിന്നോട്ടായാണ് ചെയ്തത്. ഇവരെ പിന്നോട്ട് പോകുന്ന വഴിയിലൂടെയൊക്കെയുള്ള സകല ഭക്ഷണ ശേഖരണങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിച്ചു. സ്കോച്ച്ഡ് എർത്ത് എന്ന തന്ത്രമാണ് അവിടെ പയറ്റിയത്. അതെന്താണ് തന്ത്രം എന്നുള്ളത് നമുക്ക് വഴി പറയാം. അതായത് ഈ മോസ്കോ നഗരം